അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ സിബിഐ കേസെടുത്തു. കൊച്ചി സിബിഐ യൂണിറ്റാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സിബിഐയുടെ നടപടി. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ കൊച്ചി സിബിഐ യൂണിറ്റാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കെ.എം. എബ്രഹാമിനെതിരെ സിബിഐ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഇക്കഴിഞ്ഞ 11-ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിബിഐയുടെ തുടർ നടപടികൾ. കെ.എം. എബ്രഹാമിന്റെ സ്വാധീനത്തിലായിരുന്നു വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണമെന്നും വിജിലൻസിന് വീഴ്ച പറ്റിയെന്നും ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് നിർദ്ദേശിച്ച ഉത്തരവിൽ വിമർശിച്ചിരുന്നു. മുംബൈയിലെ ആഡംബര ഫ്ളാറ്റ്, തിരുവനന്തപുരത്തെ അപ്പാർട്ട്മെന്റ്, 8 കോടി രൂപ വില വരുന്ന കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവയൊക്കെ അനധികൃതമായി കെ.എം. എബ്രഹാം സമ്പാദിച്ചുവെന്നായിരുന്നു പരാതി. എന്നാൽ പരാതിയിന്മേൽ കെ.എം. എബ്രഹാമിന്റെ 2014-15 കാലത്തെ സ്വത്ത് സമ്പാദനം വിജിലൻസ് അന്വേഷിച്ചില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പണം കൈമാറിയതിലും അന്വേഷണം നടത്തിയില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതേസമയം സിബിഐയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും കെ.എം. എബ്രഹാമിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റേത്. ജനം, കൊച്ചി.